നമ്മളപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ഗുഹയിലാണ് വന്നിരിക്കുന്നത്. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പഴശ്ശിരാജാവ് 1800 ഒളിച്ച് താമസിച്ചു എന്ന് പറയുന്ന ഗുഹയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയ വാളും പീഠവും പരിചയമൊക്കെ നമ്മുടെ കോഴിക്കോട് ഈസ്റ്റ് സ്റ്റൈലിലുള്ള പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്കും പിന്നീട് തിരുവനന്തപുരത്തേക്കും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തു നിന്ന് ടിക്കറ്റ് എടുത്താൽ ഗൈഡോടുകൂടി ഇവിടെ വന്ന് കാടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയും പഴശ്ശിരാജാവിൻ്റെ ഗുഹകളും കാര്യമൊക്കെ കാണിച്ച് 2 മണിക്കൂർ യാത്ര, അതിൽ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവും കാര്യമൊക്കെ ആയിട്ട് ഗൈഡിനെ നിങ്ങളുടെ കൂടെ തന്നു വിടുന്നതായിരിക്കും. ഗൈഡോടുകൂടി എല്ലാം കാണിച്ച് ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട്, ഇനിയിപ്പോൾ അതല്ല ഫ്രണ്ട്സായിട്ടാണെങ്കിൽ അങ്ങനെ ഒക്കെ വന്ന് റിലാക്സ് ചെയ്ത് 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റി വനം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രക്കിങ്ങിൻ്റെ ട്രിപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ കേവിൻ്റെ എൻഡാണ്. നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും മാൻമെയ്ഡ് ആണെന്നുള്ളത്. അതായത് അതിൻ്റെ അറ്റങ്ങൾ കണ്ടാൽ അറിയാം നമുക്ക്. വാട്ടർ കട്ടിങ്, നമ്മൾ വീടുകൾക്കൊക്കെ വെക്കുന്ന പോലത്തെ വാട്ടർ കട്ടിങ്ങുകൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക്, അതായത് ഒരു മഴ പെയ്താലും വെള്ളം ഒരു ഏരിയയിൽ കൂടി മാത്രമേ ഒഴുകി വരുള്ളൂ, ഇങ്ങോട്ടേക്ക് ഊർന്ന് വരുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് കണ്ടോ, ഒരു സൈഡിലേക്ക് ചിപ്പ് കട്ടിങ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം മനസ്സിലാവും. ഒരു സൈഡിലേക്ക് താഴ്ന്നു പോകുന്ന രീതിയിൽ ചിപ്പ് ചെയ്ത് സ്റ്റെപ്പായിട്ട് താഴേക്ക് എടുത്തിരിക്കുന്ന രീതിയിൽ വരുന്ന. അവിടെ ഒരു മെഡിറ്റേഷൻ സ്റ്റോണും നമുക്ക് കാണാം മുന്നിൽ. ഭയങ്കര തണുപ്പാണ് കേവിനകത്ത് എപ്പോഴും. ഏത് വെയിലത്ത് വന്നു കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു സെൻട്രലൈസ്ഡ് AC-ൻ്റെ ഒരു സുഖമൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നല്ല പീസ്ഫുള്ളായിട്ട് എവിടെയും ടച്ച് ഇല്ലാതെ ഒരു പാറ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു 240 ഡിഗ്രിയോളം ഉണ്ടോ, ഒരു പില്ലർ പോലെ ഒന്നുമില്ല, എവിടെ ഒരു ടച്ച് ഇല്ലാണ്ടാണ്. ഒരു അത്ഭുതം തന്നെയാണിത്. അതൊക്കെ വന്ന് തന്നെ കാണണം, അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ആ വൈബ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, കുടജാദ്രി